നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുട്ടമ്പുഴ ടൗണിനോട് ചേർന്നൊഴുകുന്ന പുഴയിൽ കാട്ടാനകളുടെ നീരാട്ട്. അപൂർവ കാഴ്ച കാണാൻ സഞ്ചാരികളുടെ തിരക്കാണെങ്കിലും ആനകൾ കൂട്ടമായി എത്തുന്നത് നാട്ടുകാരിൽ ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. കുട്ടമ്പുഴ ടൗണിനോട് ചേർന്നൊഴുകുന്ന പുഴയിൽ കാട്ടാനകളുടെ നീരാട്ട്. 15ഓളം കാട്ടാനകളാണ് കൂട്ടമായി തിങ്കളാഴ്ച രാവിലെ പുഴയിലിറങ്ങി നീരാടുകയും ഭക്ഷണം തേടുകയും ചെയ്തത്. ഈ കാഴ്ച കാണാൻ നാട്ടുകാരും വഴിയാത്രക്കാരും തടിച്ചുകൂടി. പുഴയിലിറങ്ങിയ കൊമ്പനും പിടിയും കുട്ടികളും ഉൾപ്പെടെയുള്ള ആനകൾ ഏറെ നേരം വെള്ളത്തിൽ കുളിക്കുകയും കളിക്കുകയും ചെയ്തു. ആനകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിനം പായൽ ഇവിടെ ധാരാളമായി ഉള്ളതിനാലാണ് ഇവ പതിവായി ഈ ഭാഗത്തേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ. ആനകൾ എങ്ങനെ കൂട്ടമായി എത്തുന്നത് കാണാൻ മനോഹരമാണെങ്കിലും അവ ഏത് സമയത്തും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്ന ഭയമാണ് നാട്ടുകാർക്കുള്ളത്. അതുകൊണ്ട് ഓരോ തവണയും ആനകൾ എത്തുമ്പോൾ നെഞ്ചിരിപ്പോടെയാണ് തങ്ങൾ കഴിയുന്നതെന്ന് നാട്ടുകാരനായ മുരളി കുട്ടമ്പുഴ പറഞ്ഞു. പുഴയിലെ പായലുകൾ, ശ്രേഷ്ഠമായ പായലുകൾ, രുചികരമായ പായൽ വാരി കഴിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കാട്ടാനകൾ എത്തുന്നത്. പക്ഷേ ഇങ്ങനെ എത്തുമ്പോൾ പോലും മനോഹരമായ കാഴ്ചയാണ്. വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇത് പകർത്തുന്നതിന് എത്തുന്നുണ്ട്, മാധ്യമങ്ങൾ എത്തുന്നുണ്ട്. ഒക്കെ ആണെങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുണ്ട്. ഇതിനിടയിൽ കാഴ്ചകൾക്കിടയിലൂടെ ഈ ആനകൾ ഒട്ടേറെ നഷ്ടങ്ങളും ഭീഷണികളുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആനകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ സർക്കാരും വനം വകുപ്പും ഒക്കെ ശക്തമായി ഇടപെടേണ്ടത് സാഹചര്യം കൂടിയുണ്ട്. കാട്ടാനകളുടെ കാഴ്ചകൾ അങ്ങനെ കൂടുന്തോറും, അല്ലെങ്കിൽ അവർ കാഴ്ചവട്ടത്തിൽ കൂടുതൽ എത്തും തോറും കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന നഷ്ടവും, അതുപോലെ തന്നെ ഈ അടുത്ത ഒട്ടേറെ ആളുകൾക്ക് ജീവൻഹാനി തന്നെ സംഭവിച്ചിട്ടുണ്ട് കാട്ടാനകളെ കൊണ്ട്. കാട്ടാനകൾ കൂടുതലായിട്ട് എത്തുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സംരക്ഷണ ചുമതല, അല്ലെങ്കിൽ ഇതിന്റെ പാർശ്വ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് നടപടി കൂടി എടുക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ടൗണിൽ നിൽക്കുന്നവർക്കും ഈ അപൂർവ കാഴ്ച നേരിൽ കാണാൻ കഴിയുന്നതിനാൽ ധാരാളം വഴിയാത്രക്കാരും വിനോദസഞ്ചാരികളും നാട്ടുകാർക്കൊപ്പം മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്താൻ തടിച്ചുകൂടി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.